നമുക്ക് നമ്മുടെ ദിക്റുകളും നമ്മുടെ ദുആകളുമാണ് വലിയ പ്രൊട്ടക്ഷൻ. കാരണം നമുക്ക് നമ്മുടെ യജമാനായ റബ്ബിനോടാണ് എല്ലാം ഏൽപ്പിക്കാനുള്ളത്. എന്തും സംഭവിക്കാം, എന്തും വരാം. നമ്മൾ കണ്ടില്ലേ 242 ആളുകൾ കയറിയ വിമാനം 241 കത്തിച്ചാമ്പലായി. മയ്യത്തുകൾ പോലും ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ ഉറ്റവരും ഉടയവരും DNA ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി പോയി കാത്തു നിൽക്കുകയാണ്. ഇതെന്റെ ബ്രദറാണോ ഈ കിടക്കുന്നത്, എന്റെ ചോരയാണോ എന്നറിയാൻ DNA ടെസ്റ്റിന് വേണ്ടി നാട്ടിൽ നിന്ന് ബന്ധുക്കൾ കയറിയാണ് അഹമ്മദാബാദിൽ വിമാനാപകടം നടന്നിടത്തേക്ക്. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അവരാ യാത്ര പോകുന്നതിൻ്റെ മുമ്പ് അവരുടെ ഉല്ലാസവും ഉത്സാഹവും എയർപോർട്ടിൽ നിന്ന് അവരവരുടെ കുടുംബത്തോട് കാണിക്കുന്ന അവരുടെ യാത്ര പറയലുകളും ഇതാ എത്തിക്കഴിഞ്ഞു പറയലും, അവരുടെ സെൽഫി എടുക്കലുകളും ആനന്ദങ്ങളും ഫ്ലൈറ്റിനകത്തുള്ള കാര്യങ്ങളും എന്തെല്ലാം നോട്ടി ഈട കൊണ്ടെല്ലാം നഷ്ടപ്പെട്ടില്ലേ? നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ചീത്തയായ അന്ത്യം, പെട്ടെന്നുള്ള മരണങ്ങൾ, ഒരു തൗബക്ക് പോലും ഇടം കിട്ടാതെ പെട്ടെന്നുള്ള മരണങ്ങൾ, അതൊക്കെ പലപ്പോഴും വലിയ പ്രയാസമായിരിക്കും. അള്ളാഹു നമുക്ക് ഈമാനോടുകൂടെയുള്ള അന്ത്യം വിധിക്കുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും നോക്കൂ നിങ്ങൾ, 242 241 കരിഞ്ഞ് കത്തിച്ചാമ്പലാവാണ്. ആലോചിച്ച് നോക്കൂ. അപ്പൊ സഹോദരങ്ങളെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം എന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ ദുആ, നമ്മുടെ പ്രാർത്ഥന അവിടെയാണ്. അതൊക്കെ ഒരു പ്രാർത്ഥന. ആ നമ്മൾ ഫ്ലൈറ്റിൽ അതിങ്ങനെ നീങ്ങിത്തോടെ കയറുമ്പോൾ തന്നെ നമ്മൾ കയറി ഇരിക്കുമ്പോൾ തന്നെ കാല് വെക്കുമ്പോൾ തന്നെ ബിസ്മി ചൊല്ലി കയറി സീറ്റിലിരുന്നു. നമ്മൾ അള്ളാഹിനെ സ്തുതിച്ചു, തക്ബീർ ചൊല്ലി, സുബ്ഹാനല്ലദീ സഖറ ലനാ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ ഹാദാ സഫരി അൽ ബിർറ വത്തഖ്വ എന്നിങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. പിന്നെ വരുന്നതെന്തും വരട്ടെ. നമ്മളെന്ത് പ്രൊട്ടക്ഷൻ എടുത്തിട്ടെന്താ? അള്ളാഹുവിന്റെ തീരുമാനം അതാണെങ്കിൽ അത് നടക്കും. പക്ഷെ അപ്പോഴും മരിക്കുകയാണെങ്കിലും എന്തായിട്ട് മരിക്കണം? മുഅ്മിനായിട്ട് മരിക്കാൻ കഴിയണം. അല്ലാതെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയൊന്നുമില്ലല്ലോ. അതിപ്പോൾ ഹജ്ജിന് പോയിട്ട് ആൾക്കാർ കത്തിക്കരിഞ്ഞ് മരിക്കുന്നില്ലേ? അതെവിടെ വെച്ച് മരിക്കുന്നില്ല? മിനായിലെ തീപിടുത്തത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചില്ലേ? അതല്ല വിഷയം. മരിക്കുന്നത് മുഅ്മിനായി മരിക്കണം. അല്ലാഹു തആല പറഞ്ഞത് നിങ്ങളെ മുഅ്മിനായി മരിക്കണം, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത്, അതാ പ്രധാനം. അത് എവിടെ വെച്ച് എങ്ങനെ മരിക്കുന്നു എന്നുള്ളതൊന്നും അല്ല വിഷയം. എവിടുന്ന് എങ്ങനെ ഏത് വിധത്തിൽ മരിക്കുകയാണെങ്കിൽ മുഅ്മിനായി മരിക്കാൻ പറ്റണം. അത് നമ്മളെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ടാണ് യൂസുഫ് നബിക്ക് വരെ അത് ബേജാറായത്. ഞാൻ വലിയ രാജാവും മന്ത്രിയും വലിയ ആളൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ പടച്ചോനെ എനിക്കറിയാം. അതുകൊണ്ടൊന്നും എനിക്ക് സമാധാനമല്ല. ഇവിടുത്തെ രാജഭരണവും ഇവിടുത്തെ അധികാരവും ഒന്നുമല്ല എനിക്ക് വേണ്ടത്. തവഫനി മുസ്ലിമാണ്. നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം. വൽഹിഖ്നി ബിസ്സാലിഹീൻ, നല്ലവരോടൊപ്പം നീ സ്വർഗത്തിൽ എന്നെ ചേർത്ത് തരണം. ആരാ പ്രാർത്ഥിക്കുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാം. സ്വർഗ്ഗം ഉറപ്പല്ലേ?